സുനിത ദേവദാസ് എന്ന വ്യക്തി ഈ അടുത്തൊരു വീഡിയോ ചെയ്തു. ആ വീഡിയോയുടെ തംബ്നെയിൽ ഇതാണ്. എനിക്ക് ഇഷ്ടമാണ് ഈ പോരാളിയെ. ഈ വീഡിയോയെ വിമർശിച്ചുകൊണ്ട് ആരിഫ് ഹുസൈൻ മറ്റൊരു വീഡിയോ ചെയ്തു. അതിനു മുമ്പ് ആരാണ് ഇവരൊക്കെ എന്നറിയാത്തവർക്ക് വേണ്ടി, ആരിഫ് ഹുസൈൻ ഒരു എക്സ് മുസ്ലിമാണ്, മതവിമർശകനാണ്, സ്വതന്ത്ര ചിന്തകനാണ്, വേറെയും കുറെ എക്സ് ആണ്. അതൊന്നും ഇവിടെ ഈ വീഡിയോയിൽ പ്രസക്തമല്ലാത്തത് കൊണ്ട് പറയുന്നില്ല. ഇനി സുനിത ദേവദാസിലേക്ക് വരാം. അവരൊരു ജേർണലിസ്റ്റ് ആണ്, സ്റ്റോറി ടെല്ലിംഗിൽ താല്പര്യമുള്ള ആളാണ്. അത് മാത്രമല്ല ധൈര്യപൂർവ്വം ഫാസിസത്തിനെതിരെ പോരാടുന്ന, ജനാധിപത്യത്തിലും സെക്കുലർ കാഴ്ചപ്പാടിലും വിശ്വസിക്കുന്ന, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളാണ് എന്നുമാണ് പറയുന്നത്. ഈ രണ്ടുപേരുടെയും വീഡിയോസ് ഞാൻ കണ്ടു നോക്കി. സുനിത ദേവദാസ് തനിക്ക് ഇഷ്ടപ്പെട്ട ആ പോരാളിയെ കുറിച്ച് പറയുന്നതും ആരിഫ് ഹുസൈൻ വിമർശിക്കുന്നതും. സുനിത ദേവദാസിന്റെ ആ വീഡിയോ 100% ആ തംബ്നെയിലിനോട് ആത്മാർത്ഥത പുലർത്തുന്നതാണ്. ഖമേനിയോടുള്ള സ്നേഹം, ആരാധനയൊക്കെ ആ കണ്ണുകളിലും വാക്കുകളിലുമൊക്കെ നിറഞ്ഞൊഴുകുകയാണ്. ഇത്രയും ആരാധനയോടെ ഒരു വ്യക്തി മറ്റൊരു വ്യക്തിയെക്കുറിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഞാൻ കണ്ടിട്ടില്ല. ഫാസിസത്തിനെതിരെ പോരാടുന്ന, ജനാധിപത്യത്തിലും സെക്യുലറിസത്തിലും വിശ്വസിക്കുന്ന ഒരാൾ മറ്റൊരാളെ ഇത്രയും ആരാധനയോടെ കാണണമെങ്കിൽ ഈ ഖമേനി അത്രയും വ്യക്തിത്വമുള്ള ഒരു ഗംഭീര മനുഷ്യനായിരിക്കണമല്ലോ. ഫാസിസം അടുത്തുകൂടി പോകാത്ത, ജനാധിപത്യ മൂല്യങ്ങളിലും ഈക്വാലിറ്റിയിലും സെക്യുലറിസത്തിലും വിശ്വസിക്കുന്ന ഒരു വ്യക്തി തന്നെയായിരിക്കണമല്ലോ ഈ ഖമേനിയും. ഹിജാബ് ധരിക്കാത്തതിന് സ്വന്തം മോറൽ പോലീസ് ഒരു വ്യക്തിയെ ടോർച്ചർ ചെയ്ത് കൊല്ലുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ എത്തിക്കുക, അതിനുശേഷം ഉണ്ടായ പ്രക്ഷോഭത്തിൽ ആളുകളെ കൊന്നും അറസ്റ്റ് ചെയ്തും അടിച്ചമർത്തുക, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കുസൃതികളെ നമുക്ക് ഫാസിസം എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരായതുകൊണ്ട് ഇതൊന്നും ഫാസിസത്തിന്റെ കാറ്റഗറിയിൽ പെടില്ലായിരിക്കുമല്ലേ? സുനിത ദേവദാസ് പരിധികളില്ലാതെ ഈ വ്യക്തിയെ അത്രയ്ക്കങ്ങ് സ്നേഹിച്ചത് കൊണ്ട് തോന്നുന്ന സംശയങ്ങളാണ്. ഇനി ഒരാൾ അമേരിക്കയ്ക്ക് എതിരായതുകൊണ്ട് അയാൾ ചെയ്യുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് ന്യൂട്രലൈസ് ആയി പോകുമോ? ആർക്കും ആരെയും സ്നേഹിക്കാനും ആരാധിക്കാനും പൊക്കി പറയാനുമുള്ള അവകാശമൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ സുനിത ദേവദാസിന് ഖമേനിയെ ആരാധിക്കാം, സ്നേഹിക്കാം, ഒരു പ്രശ്നവുമില്ല. എന്നിരുന്നാലും ഈ അടുത്ത് സ്ത്രീകൾക്കെതിരെ ഇത്രയും ചെയ്തു വെച്ച ഒരാളെ ഈ പ്രശ്നങ്ങളൊന്നും അനുഭവിക്കേണ്ടാത്ത ഒരു പ്രിവിലേജിൽ ഇരുന്നു കൊണ്ട് തലയിൽ ഇത്തിരി മുടി കാണുന്നുണ്ടോ, ഇഷ്ടവസ്ത്രം പ്രശ്നമാണോ എന്നൊന്നും ചിന്തിക്കാതെ വീഡിയോയിൽ വന്നിരുന്ന് പ്രസംഗിക്കുമ്പോൾ ഇതൊക്കെ അനുഭവിക്കുന്ന സ്ത്രീകളെ നോക്കി കൊഞ്ഞനം കുത്തി കാണിക്കുന്നത് പോലെ തോന്നാത്തതാണ് അത്ഭുതം. അമേരിക്കയുടെ ചെയ്ത്തിനെ കുറിച്ച് പറയാൻ ഖമേനിയെ വിശുദ്ധരിൽ വിശുദ്ധനാക്കുന്നത് കാണുമ്പോൾ സത്യം തുറന്നു പറയുന്നതിൽ നിന്നും മാറി വെറും പ്രീണനം, അതിലൂടെ കിട്ടുന്ന മോണിറ്ററി ബെനിഫിറ്റ് ആണ് ലക്ഷ്യമെന്ന് ആർക്കും കാണാൻ കഴിയും. തനിക്കെതിരെ രാജ്യത്ത് ഉയരുന്ന പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്തിയ ഒരു നേതാവാണ് ഖമേനി. അതും അവരെയൊക്കെ അറസ്റ്റ് ചെയ്തും 10,000-ങ്ങളെ കൊന്നുതള്ളിയും. സ്ത്രീകളുടെ കാര്യത്തിൽ കടുത്ത നിലപാടുകളുള്ള, ഹിജാബ് മസ്റ്റ് ആണെന്ന് പറഞ്ഞ ഒരു നേതാവ് കൂടിയാണ് ഇയാൾ. ഈ ഫ്ലോസ് ഒന്നും പറയാതെ അല്ലെങ്കിൽ അതിന് നേരെ കണ്ണടച്ചുകൊണ്ട് ഒരു ഖമേനി ചരിതവും വാഴ്ത്തുപാട്ടും പാടുന്നയാൾ ഫാസിസത്തിനെതിരെ, ജനാധിപത്യം, സെക്യുലറിസം എന്നൊക്കെ ബ്ലാ പറയുന്നത് കാണുമ്പോൾ കോമഡിയാണ്. അല്ലെങ്കിലും ഇത് നമ്മുടെ നാട്ടിലെ ചിലരിൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ്. നിരവധി ആളുകളെ കൊന്നുതള്ളിയാലും, ഏകാധിപത്യ സ്വഭാവം കാണിച്ചാലും, മതനിയമത്തിന്റെ പേരിൽ സ്ത്രീകളെ അടിച്ചമർത്തിയാലും അയാൾ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനെതിരെയാണോ, പിന്നെ അയാൾ വിശുദ്ധനായിരിക്കും. കാരണം അയാളുടെ ഭരണത്തിൽ സംഭവിക്കുന്ന അടിച്ചമർത്തലുകളും നീതി നിഷേധങ്ങളും നമ്മളല്ലല്ലോ അനുഭവിക്കുന്നത്. വേറൊരു രാജ്യത്തെ വേറെ മനുഷ്യർ, വേറെ സ്ത്രീകൾ, അവരിതൊക്കെ അനുഭവിച്ചാൽ നമുക്കെന്താ? നമ്മുടെ തടി കേടാവാത്തിടത്തോളം നമുക്കിത് രാഷ്ട്രീയം മാത്രമാണ്, മതപരമല്ല. എന്ന സംഭവം നമ്മുടെ നാട്ടിലാണെങ്കിൽ അപ്പോൾ നമ്മൾ ഫാസിസം എന്ന് പറഞ്ഞ് പ്രതികരിക്കും, സ്ത്രീ വിരുദ്ധത എന്ന് പറഞ്ഞ് പ്രതികരിക്കും. എനിക്ക് മനസ്സിലാവാത്തത് ഉള്ളത് ഉള്ള പോലെ അങ്ങ് പറഞ്ഞ എന്താ പ്രശ്നം? സുനിത ദേവദാസിന്റെ ആ വീഡിയോയിൽ അമേരിക്ക അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറയുന്നതിനൊപ്പം വേണമെങ്കിൽ ഖമേനിയും ആളത്ര വെടിപ്പല്ല എന്ന് പറഞ്ഞുകൊണ്ട് അയാളുടെ നാട്ടിലെ സ്ത്രീകളോടും മറ്റും ചെയ്തത് കൂടി പറഞ്ഞ് അവരുടെ പെയിനിനെ കൂടി വേണമെങ്കിൽ അക്നോളജ് ചെയ്യാം. അതാണ് മര്യാദയും. പക്ഷെ അതൊക്കെ മറന്ന് അയാളെ പരിധികളില്ലാതെ സ്നേഹിക്കാനാണ് സുനിത ദേവദാസിന് ഇഷ്ടം. ടോർച്ചർ ചെയ്ത് കൊല്ലപ്പെട്ടവരുടെ ചിത്രം കാണിച്ചു കൊടുത്താലും സുനിത ദേവദാസ് പറയുമായിരിക്കും, എന്നാലും എനിക്ക് ഇഷ്ടമാണ് ഈ പോരാളിയെ എന്ന്. വിമൻ ലൈഫ് ഫ്രീഡം എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്ന ആ സ്ത്രീകളോട് ഇതൊക്കെ രാഷ്ട്രീയമാണ്, മതപരമല്ലേ എന്ന് പറയുന്നതിലെ കോമഡി സുനിത ദേവദാസിന് എന്തെങ്കിലും മനസ്സിലാവുമോ എന്തോ. ആ സ്ത്രീകളുടെ മുന്നിൽ ആ തമ്പനയിൽ വെറും അശ്ലീലമാണ്. അവരോട് ഐക്യദാർഢ്യപ്പെടുന്നവരുടെ മുന്നിലും. സുനിത ദേവദാസിന് ഇറാനെ സപ്പോർട്ട് ചെയ്യാൻ ഖമേനിയെ ഇങ്ങനെ വിശുദ്ധനാക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആക്കുന്നുണ്ടെങ്കിൽ അതൊരു നുണയാണ്. ആ നുണയെ എതിർക്കാൻ ചിലർ മുന്നോട്ട് വരുന്നത് സത്യത്തിൽ ഒരു ആശ്വാസമാണ്. ഇനി ആരിഫ് ഹുസൈനിലേക്ക് വരാം. ആരിഫ് ഹുസൈൻ തീവ്ര ചിന്താഗതിക്കാരനാണ്, ഇസ്ലാം വിമർശകനാണ്. അതുകൊണ്ട് അയാൾ ഇങ്ങനെയൊക്കെ പറയും, അതൊന്നും മൈൻഡ് ചെയ്യേണ്ട എന്നൊക്കെയുള്ള ഒരു നെറേറ്റീവ് ഉണ്ടാക്കി അയാളുടെ ചോദ്യങ്ങളെ അവഗണിക്കുക എന്നൊരു രീതിയാണ് ഇപ്പോൾ. ആദ്യം അയാളുടെ വാലിഡായ ചോദ്യങ്ങൾക്ക് അതേ രീതിയിൽ മറുപടി കൊടുത്ത് നേരിടാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കൂ. ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ആ നേതാവ് ഇങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങളും കൂടി ചെയ്തിട്ടുണ്ട്, എന്നിട്ടും അയാളെ ഇഷ്ടമാണോ എന്നൊക്കെയുള്ള മറുചോദ്യം വരും. അപ്പൊ ഇതൊന്നും മതപരമല്ല, കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ അഭിപ്രായത്തിൽ മനുഷ്യത്വമുള്ള ആർക്കും മറ്റു മനുഷ്യരോട് മഹാക്രൂരത കാണിക്കുന്ന ഒരു വ്യക്തിയെയും ഇഷ്ടപ്പെടാൻ കഴിയില്ല. രാഷ്ട്രീയപരമായി ചിലപ്പോൾ ചില കാര്യങ്ങളിലൊക്കെ ഐക്യം പ്രകടിപ്പിക്കാം എന്നല്ലാതെ. അപ്പൊ എന്താണ് സുനിത ദേവദാസിന്റെ ആ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ എഴുതുമല്ലോ. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.